ചെറുകഥാകൃത്തും അധ്യാപകനും ഗവേഷകനും ഒക്കെയായ പ്രിയ സുഹൃത്താണ് ഡോക്ടർ MT ശശി. സാക്ഷാൽ MT വാസുദേവൻ നായരുടെ അടുത്ത ബന്ധുവാണ്. മാടത്ത് തെക്കേപ്പാട്ട് അതുതന്നെയാണ് ശശിയുടെ പേരിൻ്റെ മുന്നിലുള്ള MTയും. ഡോക്ടർ MT ശശിയുടെ വളരെ രസകരമായൊരു പുസ്തകം ഞാൻ വായിക്കുകയായിരുന്നു. നിളയുടെ മക്കൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നിളയുടെ മക്കൾ കൈകാര്യം ചെയ്യുന്നത് ജീവിതത്തിലെ ദുഃഖവും വേദനയും സന്തോഷവും സ്നേഹവും ഒക്കെയാണ്. ഒരു കുടുംബകഥ അല്ലെങ്കിൽ കുറേ കുടുംബങ്ങളുടെ കഥ വളരെ രസകരമായി നമുക്ക് വായിച്ചു പോകാം. പക്ഷേ ഈ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ മനുഷ്യരല്ല, മൃഗങ്ങളാണ്. മൃഗങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കുന്ന ഒരു നോവലാണ് നിളയുടെ മക്കൾ. മനുഷ്യർ ഇതിൽ കഥാപാത്രങ്ങളാണ്. ഈ മൃഗങ്ങളെ വളർത്തുന്നവരും സ്നേഹിക്കുന്നവരും ദ്രോഹിക്കുന്നവരും ഒക്കെയായി മനുഷ്യർ കടന്നു വരുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്നതിനേക്കാൾ എത്രയോ പ്രയാസമാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നത് എന്ന് നമുക്കറിയാം. എഴുതുന്ന ആളിൻ്റെ വലിപ്പമോ ഒന്നും അവരുടെ മുമ്പിലില്ല. അവരുടെ മുമ്പിൽ അവതരിക്കപ്പെടുന്ന കഥ മാത്രമേ ഉള്ളൂ. അത് ആകർഷകമായാൽ അവർക്ക് പ്രയോജനം ചെയ്യും, അത്രമാത്രം. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളത്. മാത്രമല്ല സങ്കീർണമായ ഘടനകളോ പദപ്രയോഗങ്ങളോ ഒന്നും അതിൽ സാധ്യമല്ല താനും. ഇതെല്ലാം ഫലപ്രദമായി അഭിമുഖീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായൊരു നോവൽ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ് ശ്രീ MT ശശി. ഈ നോവൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വായിക്കാം. പക്ഷേ അങ്ങനെ വായിക്കുമ്പോൾ മുതിർന്നവർ കുട്ടികളെപ്പോലെ ആയിത്തീരും. കുട്ടികളെപ്പോലെ നിഷ്കളങ്കർ, കുട്ടികളെപ്പോലെ ചെറിയ ചെറിയ വിഷമങ്ങൾ കേൾക്കുമ്പോൾ ദുഃഖിക്കുന്നവർ, ചെറിയ സന്തോഷങ്ങൾ അതിൽ നിന്ന് സന്തോഷത്തിലേക്ക് വരുമ്പോൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നവർ, അങ്ങനെ മുതിർന്നവരെ വീണ്ടും കുട്ടികളാക്കി മാറ്റുകയും കൂടി ചെയ്യുന്ന ഒരു നോവലാണ് ശ്രീ ശശിയുടെ നിളയുടെ മക്കൾ. ഈ പുസ്തകം കഴിയുന്നിടത്തോളം കുട്ടികൾ വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.